ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റംസാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണാണ്, അതായത് ദിൽകുഷില്ലേ മധുരമുള്ള തേങ്ങാ ബൺ, അതിലെ തേങ്ങയുടെ ഫില്ലിങ്ങിന് പകരം ഞാൻ ചിക്കൻ ഫില്ലിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഓവനൊന്നുമില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ഷുഗറും, 1 ടീസ്പൂൺ ഈസ്റ്റും, 2 ടീസ്പൂൺ ഓയിലും, സൺഫ്ലവർ ഓയിലാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും. നമുക്കിനി ഈസ്റ്റ് മിക്സ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കതൊന്ന് പൊങ്ങാൻ വയ്ക്കാം. ഇനി നമുക്ക് 1.5 കപ്പ് മൈദ ഇട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈസ്റ്റ് മിക്സ് ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് കുഴച്ച് നമുക്ക് ഡോ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് 2 മണിക്കൂർ നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കനിൽ ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്തൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഒരു പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് 2 ബോൾസ് ആക്കി ഇത് മാറ്റാം. 2 ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കതിൽ ഒരു ബോൾ ഇതേപോലെ കുറച്ച് മാവ് വിതറി നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കണം. സൈസിൽ നമ്മൾ പരത്തി ഇതേപോലെ ഒന്ന് മടക്കി നമുക്ക് ഒരു പാത്രം എടുത്ത്, ഞാനിവിടെ സാധാ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്, അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ബോളും കൂടെ ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. മുകളിൽ നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇതേപോലെ വെച്ച് അതിൻ്റെ സൈഡെല്ലാം നല്ലതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു പാത്രം വെക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ എഗ്ഗ് വെച്ചൊന്ന് ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ സാധാ വെള്ളം കൊണ്ടൊന്ന് ബ്രഷ് ചെയ്യുകയോ ചെയ്തിട്ട് ഇതേപോലെ ഒരു തിരുവണ എടുത്ത് വെച്ചിട്ട് നമ്മുടെ
ബേക്കിംഗ് ട്രേ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 25 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് 10 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബൺ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതാക്കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ സ്റ്റഫ്ഡ് ബൺ റെഡി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.